ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനലിനകത്ത് ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത്. നമ്മൾ ഇത് എപ്പോഴും ഒരു സിനിമ റിലേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതും നമ്മളിപ്പോൾ കുറച്ച് സിനിമ ബന്ധമുള്ള ആൾക്കാർ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ശരിക്കും ചില ഊട്ടിയിലേക്ക് ഉള്ള ഒരു യാത്രയാണ്. ഏറ്റവും ചിലവ് കുറച്ച് നമ്മളെങ്ങനെ ഊട്ടിയിൽ പോവാം. നമ്മളെല്ലാവരും ഊട്ടിയിൽ പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ ഊട്ടിയിൽ പോവാം, എങ്ങനെ അക്കോമഡേഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 3-4 പേരുള്ള മൊത്തത്തിൽ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. ഇതിനു മുമ്പേ ഊട്ടിയിൽ പോയി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവർക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് രാമകൃഷ്ണൻ. ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്നു. ഇപ്പോൾ സുരേഷ് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഒരു ഊട്ടി യാത്രയിലാണ്. ചിലവ് കുറച്ച് എങ്ങനെ ഊട്ടി യാത്ര നടത്താം എന്നുള്ള ഒരു അന്വേഷണത്തിലാണ്. മുമ്പും പലവരാണ് ഊട്ടി പോയിട്ടുണ്ട്. അത് സാധാരണ ബഡ്ജറ്റിൽ ഇത് കുറച്ച് ചിലവ് കുറച്ച് എങ്ങനെ പോകാമെന്നുള്ളൊരു. ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ PC വർഗീസ്. ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഊട്ടി യാത്രയിലാണ്. ചിലവ് കുറച്ചുള്ള ഒരു ഊട്ടി യാത്രയാണ് ഇത്തവണ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ പഠിച്ചതും ഒക്കെ പല വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ചെറിയ ബിസിനസ് സംരംഭമാണ് എൻ്റെ. നെടുമ്പാശ്ശേരിയാണ് സ്ഥലം. ആ ഫ്രണ്ട്സ് അങ്ങനെ രാമകൃഷ്ണൻ ചേട്ടനും അതുപോലെ വർഗീസ് ചേട്ടനെയൊക്കെ പരിചയപ്പെടുത്തി. ഇതിനു മുമ്പേ ഊട്ടിയിലേക്ക് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുതിരാൻ തുരങ്കത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തുരങ്കത്തിനകത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഇപ്പോൾ ഒരാളെ കൂടി പരിചയപ്പെടുത്താറുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന മുമ്പേ ഞാൻ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞുതരാം. നമ്പർ 20 മദ്രാസ്മി എന്ന് പറഞ്ഞ സിനിമ, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ സിനിമയുടെയൊക്കെ കഥാകൃത്തായിരുന്നു ഹരികുമാർ എന്ന് പറയും. പിന്നെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ്റെ സഹോദരൻ കൂടിയാണ്. അത് ഞാൻ ആരാണെന്ന് പറയുന്നില്ല. പുള്ളിയെ കണ്ടാൽ ആ ഒരു മുഖച്ഛായൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാനത് ഒരു സസ്പെൻസ് ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിലേക്ക് നമുക്ക് ക്യാമറ മാറ്റിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഞാനും എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ രാമകൃഷ്ണനും പിന്നെ വർഗീസ്, ഞങ്ങൾ 3 പേരും പിന്നെ കൂടെ സുരേഷും ഞങ്ങളൊരു ഊട്ടി ട്രിപ്പിലാണിപ്പോൾ. ഈ ഊട്ടി ട്രിപ്പ് ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു യാത്രയാണ്. പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ എങ്ങനെ യാത്രയിൽ, പ്രത്യേകിച്ച് ഊട്ടിയിലുള്ള യാത്രയിൽ നമ്മൾ ചിലവ് ചുരുക്കാം എന്നുള്ളത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല രീതിയിലും നമ്മൾ ചിലവ് ചുരുക്കുക എന്നുള്ള ഇതിൽ നമ്മൾ ട്രൈ ചെയ്യാണ്. അത് വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ ഇത് എനിക്ക് ഒന്ന് 10ാമത്തെ 12ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ തന്നെ, ഞാനും രാമകൃഷ്ണൻ വർഗീസും കൂടെ ഇപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യമാണ് ഊട്ടിയിൽ ഉള്ള യാത്ര. അവിടെ ഞങ്ങളിപ്പോൾ ബ്രിട്ടീഷ് ക്ലിഫ് ക്ലബ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ താമസവും എല്ലാം നമ്മൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹരിയേട്ടനെ കാണണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വണ്ടിയാണ്, പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുതിരാൻ മറ്റൊക്കെ ഇത് നമ്മൾ തുരങ്കമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതിനിപ്പോൾ നമ്മുടെ കോയമ്പത്തൂരാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നത് കോയമ്പത്തൂരേക്ക് യാത്ര 200 കിലോമീറ്റർ അവിടെ എറണാകുളത്ത് ഒരു 200 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് 100 കിലോമീറ്റർ അല്ലേ, ഒരു 300 കിലോമീറ്റർ. 300 ടോട്ടൽ എറണാകുളത്ത് 300 കിലോമീറ്റർ അടുത്തുണ്ട്. 300 കിലോമീറ്റർ അടുത്ത് ഊട്ടിയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ 5:30, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5:30 ഇറങ്ങിയാണ്. വഴിയിൽ നെടുമ്പാശ്ശേരി രാമകൃഷ്ണൻ ചേട്ടൻ ഓൾറെഡി ഞാൻ ഈ വഴി കയറുമ്പോൾ തന്നെ അകത്തുണ്ട്. വർഗീസ് ചേട്ടനെ നെടുമ്പാശ്ശേരി പുള്ളിയുടെ താമസിക്കുന്ന ഹൈവേയുടെ തൊട്ട് തന്നെയാണ് പുള്ളിയുടെ ബിൽഡിങ്ങും അതുപോലെ ഷോപ്പിംഗ് സംഭവമൊക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പുള്ളിയാണ് അവിടെ താമസിക്കുന്ന വഴിയായി തന്നെയാണ്. അവിടെ നിന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിയിൽ ഒരു ശരവണ ഭവൻ, ചിലവ് കുറക്കലാണ്, എന്നാലും ശരവണ ഭവനിലാണ് കയറിയത് അല്ലേ? ചിലവ് കൂടിയോ? ഇല്ല, അതെല്ലാം വളരെ റീസണബിൾ ആയിട്ടുള്ള വില്ലായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല.
അപ്പോൾ അവിടെ നിന്ന് ചായ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും എത്തില്ലേ നമ്മളല്ലേ? നമ്മൾ 4 മണിക്ക് മുമ്പായിട്ട് 4 മണിക്ക് മുമ്പായിട്ട് ഊട്ടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയാണ്. ഇപ്പം ഊട്ടിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഊട്ടിയിലത്തെ വിഷ്വൽസ് കാണാം. മാത്രമല്ല നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്താം. അവിടുത്തെ ചിലവ് എത്രയാണെന്ന് പറയാം. എങ്ങനെ ചിലവ് കുറക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് മാക്സിമം ചിലവ് കുറക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം വിജയകരമാകും എന്നുള്ള കാര്യം ഞങ്ങൾ പിന്നീട് ലാസ്റ്റ് നിങ്ങളെ അറിയിക്കാം എത്ര ചിലവ് വന്നു എന്നുള്ളത്. താമസവും ഭക്ഷണവും ഇത് രണ്ടിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവ് കുറയ്ക്കേണ്ടത്. അത് രണ്ടും നമ്മൾ മാക്സിമം ചിലവ് കുറയ്ക്കാനായിട്ടാണ് നമ്മുടെ ശ്രമം. അത് വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്നത് ഇപ്പോൾ 10 ലിറ്റർ അടിച്ച് ഇത്ര ദൂരം പോകും. അപ്പോൾ ഡീസലിൻ്റെ ചിലവിൽ മാത്രം ഒരു വ്യത്യാസം വരാതെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മാക്സിമം തരത്തിൽ കുറയ്ക്കുക. ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഡീസൽ അടിച്ചു അല്ലേ? അടിച്ചു. എത്ര രൂപ അടിച്ചു? നമ്മളൊരു 1700 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കേരളത്തിനെക്കാട്ടിലൊരു ലിറ്ററിന് ഒരു 4 രൂപ 5 രൂപയുടെ കുറവുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ബാക്കിയുള്ളത് തമിഴ്നാട്ടിൽ പോയിട്ടേ അടിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ ചിലവ് കുറയ്ക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എന്തോരം ചിലവ് കുറയ്ക്കാൻ പറ്റും, ഏത് രീതിയിലാണ് എന്നുള്ളതെല്ലാം നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പൂക്കൾ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ. അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് എത്തി. ഇനിയിപ്പോൾ നമുക്ക് കോയമ്പത്തൂർക്ക് 47 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ നമ്മുടെ യാത്രകൾ ഞങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി പല സിനിമ സെറ്റിലുള്ള കഥകളും അതുപോലുള്ള ചില നല്ല പാട്ടുകളൊക്കെ പാടുന്നത് നമ്മുടെ ഹരിയേട്ടനുണ്ടല്ലോ കൂടെയുള്ള വണ്ടി ഓടിക്കുകയാണ് പുള്ളി. എന്നാലും വണ്ടി ഓടിക്കുന്നത് പുള്ളിക്ക് പ്രശ്നമില്ല. നല്ല നല്ല പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടും പുള്ളി. അപ്പോൾ നമുക്ക് പുള്ളിയെ കൊണ്ടൊരു പാട്ട് പാടിച്ചാലൊന്ന് ഹരിയേട്ടൻ ഒരു പാട്ട് പാടല്ലേ? നമുക്ക് പാടാൻ ശ്രമിക്കാം. നല്ല സുരേഷ് പറഞ്ഞ പോലെ നല്ല പാട്ടുകളല്ല, നമ്മൾ പാട്ട് പാടും. യേശുദാസും ജയേന്ദ്രനും പാടിയ പാട്ടുകൾ നമ്മൾ പാടാൻ ശ്രമിക്കുന്നു. അത്രയുള്ള അതിനകത്തെ കാര്യം. ആയിക്കോട്ടെ. അപ്പൊ എന്നാൽ അടുത്ത ഒരു പാട്ട് പാടി ഒരു പാട്ട് ഒരു 8 വരികൾ പാടാം. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കൂടെ വീടേ കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ, കൂടെ വരൂ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാം കുഴലെനിക്കു തന്നാട്ടെ, കാട്ടാറിൻ കടവത്ത് കണ്ണാടിക്കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കൂടെ വീടേ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാം കുഴലെനിക്കു തന്നാട്ടെ, വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാം കുഴലെനിക്കു തന്നാട്ടെ, കള്ളിപ്പെണ്ണെ നിന്റെ കന്നാലി ചെറുക്കൻ്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കൂടെ വീടേ കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയൊല്ലേ, കൂടെ വരൂ. അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യമായിട്ടിന് അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ പാടി. ഇപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞല്ലേ? നമ്മൾ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്കുള്ള പ്രയാണമാണ്. കോയമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ കോയമ്പത്തൂർ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും ഇനി കോയമ്പത്തൂർ എത്തുമ്പോൾ നമുക്ക് അവിടുത്തെ വിഷയം എടുക്കാം. നമ്മൾ ഊട്ടി കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട്.
കേട്ടാ, തമിഴ്നാട്ടിലൊക്കെ 4 വരി പാതകൾ ഉണ്ടാക്കുന്നത് അതിന്റെ പാലമാണ്, 4 ഭാഗത്തേക്ക് പോവാം. അല്ല നമ്മൾ കേരളത്തെ പോലെ 8 വരിയില്ല. കേരളത്തിലെ പോലെ ഇന്ന് പ്ലാൻ ചെയ്ത 25 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ. അതെ 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 അല്ല, ഇവിടെയൊക്കെ വളരെ വെൽ പ്ലാൻഡ്. അത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം, ഇങ്ങനെയാണ് ഇത് പണിത് വെക്കേണ്ടത്. ആ എടപ്പള്ളിയിലേക്ക് കണ്ടില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാനാണ് അവിടെ? എത്ര പാലം ഉണ്ടാക്കിയിട്ട് അവിടെ ബ്ലോക്കിനൊന്നും ഒരു മാറ്റമില്ല. എങ്ങനെയാ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലുള്ള പാലങ്ങളെ പണിത് വെക്കുന്നത്. ഇത് കോയമ്പത്തൂർ പോകുമ്പോൾ 4 ഭാഗത്തേക്കും ചെയ്യാനുള്ള പാലങ്ങളാണ്. ഐഡിയയുടെ കുറവൊന്നുമല്ല, മനുഷ്യനത് നമ്മുടെ കേരളത്തിലുള്ള മന്ത്രിമാർക്കും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാം ഐഡിയ ഉണ്ട്. പക്ഷെ ഐഡിയ ആയിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് നടപ്പാക്കാനുള്ള ഒരു ചിന്താഗതിയും കൂടെ ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ നമ്മൾ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞ് നടപ്പാക്കിയിട്ട് എന്തെങ്കിലും അന്നുള്ള ഡെവലപ്മെന്റ് സംബന്ധം ചെയ്യണം. അല്ല, നടപ്പിലാക്കുന്നതും അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. പണ്ട് കാലത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് നടപ്പാക്കേണ്ട കാര്യം 25 വർഷം കഴിഞ്ഞ ശേഷം നടപ്പാക്കുന്നത്. അങ്ങനെയാണ് നടക്കുന്നത്. അതെ അതെ. നമ്മളിപ്പോ കോയമ്പത്തൂർ എത്തി. ഇപ്പൊ ഇവിടെ ഉക്കടം മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ഈ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഒക്കെ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു സാധനം മേടിക്കാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ടാവും കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്ക് ഉക്കടം കൂടി ഒന്ന് കാണിച്ചു തരാം മാർക്കറ്റ്. ഞങ്ങൾ ഉക്കടം മാർക്കറ്റിൽ വണ്ടിയുടെ സൈഡ് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് മാറ്റി കിട്ടോ വേറെ കിട്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ ടയറുകൾ, വണ്ടിയുടെ അത്യാവശ്യ പാർട്സൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കയറി നോക്കുകയാണ്. ഇതിപ്പോൾ ഇതിനകത്തേക്ക് കയറുന്ന ഒരു വഴിയാണ് കേട്ടോ, ഉക്കടം മാർക്കറ്റിനകത്തേക്ക്. നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ, പല ടൈപ്പ് സാധനങ്ങൾ എല്ലാം ഉണ്ടാവും കേട്ടോ. സ്പെയർ പാർട്സ് മാത്രമല്ല, വാഹനങ്ങളുടെ മാത്രമല്ല, എല്ലാ ടൈപ്പിൻ്റെയും സെക്കൻഡ്സ് എല്ലാം കിട്ടുന്ന സ്ഥലമാണ് അല്ലല്ലേ. ആ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, മോട്ടോറുകൾ എല്ലാം ഉണ്ടാകും. പുതിയത് കിട്ടും, പഴയതും കിട്ടും, ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും അല്ലേ. ഈ സ്ട്രീറ്റ് മൊത്തം ഇതിൻ്റെ ഒരു ഏരിയ ആണ്. അതങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അത് വെച്ചിട്ട് അവിടെ വെച്ച് പിന്നെ ടൈറ്റ് ചെയ്ത് തിരിക്കുമ്പോൾ അത് വളഞ്ഞ് വളരെ സിമ്പിൾ ടെക്നോളജി ആണല്ലേ. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു എക്സെൻ്റ് കാറിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് അത് നോക്കി ഇറങ്ങിയാണ്. ഇപ്പോൾ അതേ നമ്മുടെ എൻ്റെ കൂടെയുള്ളവരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. നമ്മളിവിടെയൊക്കെ ഒരു കാറിൻ്റെ എക്സെൻ്റ് കാറിൻ്റെ മിറർ അന്വേഷിച്ച് വന്നു, പക്ഷേ കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ എക്സെൻ്റ് കാറിൻ്റെ മാത്രമില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടുന്ന് പോവാണ്. പോണ വഴിക്ക് ചുമ്മാ ഉക്കടം വഴി പോയപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് കയറിയാണ് കേട്ടോ. നോക്കട്ടെ, അതിൽ പോവാണ് നമ്മൾ വാങ്ങിക്കാതെ. തമിഴ്നാട്ടിൽ എന്തോരം ബ്രിഡ്ജുകളല്ലേ, മുക്കിന് ഓരോ പാലങ്ങൾ പണിത് വെച്ചിരിക്കുക. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. ഇവിടെ ഹോട്ടൽ EMS മയൂര എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ചിലവൊക്കെ റീസണബിൾ ആട്ടോ, വലിയ എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല. സാധാരണ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരുവിധം റീസണബിളാണ്. അതൊക്കെ പറയാം എത്രയാന്ന് കേട്ടോ. ലാസ്റ്റ് ചിലവൊക്കെ കൂട്ടിയിട്ടേ പറയുന്നുണ്ട് എത്രയാക്കി. നമ്മളെ ഫുഡ് കഴിച്ച EMS മയൂര എന്ന് പറഞ്ഞ ഹോട്ടല് നമ്മുടെ മേട്ടുപ്പാളയത്തുനിന്ന്
പോരുന്ന വഴിയിലാണ്, കുറച്ചേ ഉള്ളൂ. മേട്ടുപ്പാളയത്തിന് അത്ര കിലോമീറ്ററിൻ്റെ അവിടേക്ക് മേട്ടുപ്പാളയം തന്നെയാണ് അല്ലേ? അവിടെ ഒരു മയൂര എന്നൊരു ഹോട്ടലാണ്. വലിയ കുഴപ്പമില്ല, വലിയ സംഭവം ഒന്നും പറയാനില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. റേറ്റും അങ്ങനെ വലിയ കത്തിയൊന്നുമില്ല അല്ലേ? അത്രേ ഉള്ളൂ, ചെറിയ നിസ്സാര എമൗണ്ട്, ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഊട്ടി 51 കിലോമീറ്റർ. ഊട്ടിയിലേക്ക് 49 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. കോത്തഗിരി 32. 3 കിലോമീറ്റർ കൂടുതല. കോത്തഗിരി ഇങ്ങോട്ടല്ലേ? നമ്മൾ സാധാരണ ഊട്ടിയിൽ പോകാന്ന് പറഞ്ഞാൽ മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് കുനൂർ വഴി ഊട്ടിക്കാണ്. അതാണ് ഒരു കൂടുതൽ ആൾക്കാർ പോകുന്ന വഴി അതാണ്. അതിനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കുനൂർ വരെ ഏതാണ്ട് 18 ഹെയർ പിൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലം വഴി ഊട്ടിക്ക് പോവാം. ഒരു 10 കിലോമീറ്റർ കൂടുതൽ പോകണമെന്നേ ഉള്ളൂ. പക്ഷേ മനോഹരമായ റോഡാണ്, അത്രയും ഹെയർ പിൻസ് ഇല്ല. പിന്നെ കൂടുതൽ സ്ട്രെയിറ്റ് റോഡ്സ് ആണ്. പിന്നെ കയറ്റം ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലെ 18 ഹെയർ പിൻ ഇവിടെ ഈ റോഡിലില്ല. ഈ റോഡിൽ ആകപ്പാടെ 2-3 ഹെയർ പിൻ കർവ്സേ വരുന്നുള്ളൂ. പിന്നെ ഈ റൂട്ടിലുള്ള വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് 6 മണിക്ക് ശേഷവും വെളുപ്പിനെ 6 മണിക്ക് മുമ്പ് ഇതുവഴി പോകുന്നത് കുറച്ച് റിസ്ക്കിയാണ്. എന്നുവെച്ചാൽ റിസ്ക് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആന, കാട്ടുപോത്ത്, പന്നി ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ക്രോസിംഗ് ഉണ്ടാവും. അത് നമ്മൾ പോകുന്ന വഴി അത് പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതുവഴി പോകുമ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കാരണം വൈകിട്ട് ഒരു 6 മണി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇതുവഴിയുള്ള വണ്ടികൾ വളരെ കുറവായിരിക്കും. പക്ഷേ മറ്റേ റോഡിലാണെങ്കിൽ കുനൂർ വഴി ഊട്ടി പോകുന്ന റോഡിലാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യം പോയപ്പോഴും കുനൂർ വഴിയുള്ള ആ റോഡ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് കോത്തഗിരി വഴിയാണ് പോകുന്നത്. എന്നുവെച്ചാൽ ഇവിടെ കുറച്ചുകൂടെ നല്ല റോഡും കുറച്ചുകൂടെ വൈഡ് റോഡ്സാണ്. അങ്ങനെയുള്ള ഗുണമുണ്ട്. അതാണ് നമ്മൾ ഈ കോത്തഗിരിയുള്ള വഴി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. നമ്മളങ്ങനെ ഊട്ടിയിലെത്തി കേട്ടോ. നമ്മളിപ്പോൾ ഊട്ടി ടൗൺ, ഊട്ടി പട്ടണം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. താവട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളങ്ങനെ പോവുകയാണ് അല്ലേ ഹരിയേട്ട? നമ്മൾ ഊട്ടിയിലെത്തിയില്ലേ? ആ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ അക്കോമഡേഷൻ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? 3 കിലോമീറ്റർ ഊട്ടി ടൗണിൽ നിന്ന്. നമ്മൾ ഹിൽ ഏരിയ ആണല്ലേ? എല്ലാം കുന്നിൻ്റെ മുകളിലാണല്ലോ ഊട്ടി. അതുകൊണ്ട് ഒരു 3 കിലോമീറ്റർ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എത്തുകയാണ്. ഊട്ടി ബസ് സ്റ്റാൻഡ്, ഊട്ടി ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കേട്ടോ. അതാണ് ഹരിയേട്ട നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേരെന്താ? ക്ലിഫ് ഹൗസ്. ഇതാണ് നമ്മുടെ കാണുന്ന ബോർഡ്. അതെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ റൂം എടുത്തു, ഞാൻ കാണിച്ചല്ലോ അല്ലേ?
അവിടുത്തെ ആ റൂം എടുത്തു. നമ്മുടെ റൂമിനകത്തുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക കേട്ടോ. ഹലോ, അതാ 2 പേർക്ക് അല്ലേ കിടക്കാനുള്ള ഒരു ബെഡാണിത്. വിശാലമായിട്ട് ശരിക്കും 3 പേർക്ക് കിടക്കാം അവിടെ. 3 പേർക്ക് അല്ലേ? അവിടെ 2 പേർക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം. കൂടാതെ ഒരു അഡീഷണൽ ബെഡ് കൂടെ അവർ തരും. നമ്മൾ ഇതുവരെ ഊട്ടിയിൽ എത്തുന്നിടം വരെ വളരെയധികം ചിലവ് കുറച്ചാണ് എത്തിയത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൂം എടുക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ റൂം എടുത്തു. ബ്രിട്ടീഷ് ക്ലിഫ് ക്ലബ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഹീറ്ററുണ്ട്, TV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു 3 ബെഡഡ് റൂമാണ്. ഇതിനകത്തിൽ നമ്മൾ 4 പേരുള്ള കാരണം അവർ അഡീഷണൽ ബെഡ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത്രയും സൗകര്യങ്ങളുള്ള റൂമിന് സിറ്റിയിൽ ഇത് ഊട്ടി ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹില്ലിലാണ് ഈ ബ്രിട്ടീഷ് ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റൂട്ടിൽ നമുക്ക് കാണാം. മാത്രമല്ല റേസ് കോഴ്സ് നടക്കുന്നത് ഇതിൻ്റെ നേരെ താഴെയാണ്. അതും നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടും. ഇതിന് ഈ ടൗണിലാണെങ്കിൽ ഇതേപോലെ റൂം എടുക്കണമെങ്കിൽ ഒരു 6000 രൂപ 6500 രൂപ കൊടുക്കാതെ ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു നല്ല റൂം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അതിൻ്റെ നേരെ പകുതി റേറ്റിനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിലും നമുക്കൊരു ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ സൗകര്യമുള്ള റൂം ഊട്ടിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ. ബാക്കിയുള്ളത് പറയാം. പിന്നെ ഇത് നമ്മുടെ ഈ റൂമിനകത്തുനിന്ന് ഇങ്ങനെ വെളിയിലേക്കുള്ള ദൃശ്യം കേട്ടോ. ഡോറ് തുറന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. കണ്ടല്ലേ? ഊട്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഇരുന്നുകൊണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങി ഞാനിപ്പോൾ മനസ്സിലല്ലേ? ഇതൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളാണ്. നല്ല രസമാണ്. നമ്മുടെ മുറികൾ ഇങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ചകളത് കേട്ടോ. ഫുള്ള് മിസ്റ്റാണ്. രാവിലെ ചെറിയ രീതിയിലൊരു മഴ പെയ്യുന്ന പോലൊരു സംഭവം ഉണ്ടായി. പക്ഷെ മഴയാണോ ചോദിച്ചാൽ അതാണ് ശരിക്ക് മഞ്ഞ് പെയ്യുക എന്ന് പറയുന്നില്ലേ, അതുപോലെ ഒരു ചാറ്റൽ പോലെ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഇതിൽ നോക്കിയപ്പോൾ 13 ഡിഗ്രി ആയിരുന്നു. നല്ല തണുപ്പൊന്നുമില്ലാതെ എന്നാലും പറയാണ്. രാവിലെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല രസമാണ്. മിസ്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ മൂടി. നമ്മൾ ഇന്നലെ അങ്ങോട്ട് മുന്നോട്ട് നോക്കിയപ്പോൾ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല ഇല്ലേ? ഇതാണ് നമ്മൾ താമസിക്കുന്ന ബ്രിട്ടീഷ് ക്ലിഫ് ക്ലബ്ബ്. ശരി, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നലെ പറഞ്ഞല്ലോ എന്താ പറയുക, ചിലവ് കുറച്ചുള്ള യാത്രയാണെന്നൊക്കെ. പക്ഷെ അതിനകത്ത് ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ ചിലവ് കുറയ്ക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ബീവറേജും ഫുഡും പെടില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സിന് വേണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ എന്താ കഴിക്കുക എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മുടേതാണല്ലോ. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 2500-3000 രൂപക്കൊക്കെ 3-4 പേർക്കൊക്കെ താമസിക്കാനുള്ള വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. ഇതിവിടെ ചെറിയൊരു നമുക്കിങ്ങനെ ചിലവഴിക്കാനുള്ള ഒരു സ്ഥലം, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗത്ത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഫുഡിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് ആൻഡ് ബീവറേജ്. ഇതേ കാര്യം എന്ന് പറയുന്നത് അത് കുറച്ച് ചിലവ് കൂടുതലാണ്. ഇപ്പോൾ ഓഫ് സീസണാണ്, നമ്മൾ വന്നിരിക്കുന്ന സമയം ഓഫ് സീസണാണ്. എന്നാലും സാധാരണ ഒരു കടയിൽ കയറിയാൽ തന്നെ ഒരു ദോശക്ക് 30 രൂപ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ ഒരു ചായക്ക് 30 രൂപ അല്ല 20 രൂപ അങ്ങനെയൊക്കെ ഉണ്ട് ചാർജ്. എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് ഫുഡിൻ്റെ ഒക്കെ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഈ ക്ലബ്ബ്. അല്ല, ഇന്നലെ ഈ ക്ലബിൻ്റെ മാത്രം കാര്യമല്ല പറഞ്ഞു കേട്ടോ. ഇന്നലെ നമ്മൾ താഴത്ത് ഇറങ്ങിപ്പോയപ്പോൾ അവിടെയും
നമുക്ക് എന്താ പറയുക, ഡബിൾ ബെഡ്റൂം 1200 രൂപക്കൊക്കെ പറഞ്ഞു. നമ്മൾ കയറി നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്. അത് താഴെ നമ്മൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടില്ല, ബസ് സ്റ്റാൻഡിനോട് ചേർന്നില്ല, കുറച്ചും കൂടി മാറിയൊക്കെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ. ഇനി അടുത്ത് പോകുന്നത് കർണാടക ഗാർഡൻസ്. അത് എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. നമ്മൾ താഴെ ചെന്ന് ടൗണിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കർണാടക ഗാർഡൻസിലേക്ക് പോകാൻ. അവിടെ ചെന്നതിന് ശേഷം അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ രാവിലെ കർണാടക ഗാർഡനിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിയാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ അതിനിടയിൽ പോണ വഴിക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ കുട്ടേട്ടൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു വീടുണ്ട്, ഹോട്ടലുണ്ട്. ആ ഹോട്ടലൊക്കെ നമുക്ക് പറ്റുവാണെന്ന് കാണാം. ഇതാണ് ഫേൺ ഹിൽ പാലസിലേക്ക് പോകുന്ന വഴി. ഇതാണോ ശരി? ഇവിടാണ് ഫേൺ ഹിൽ പാലസ്, മറ്റേ കുട്ടേട്ടൻ്റെ ഷൂട്ടിംഗ് ആണല്ലേ. നമ്മളങ്ങനെ കർണാടക സർക്കാരിൻ്റെ ആ പാർക്കിലേക്ക്, അതായത് ഗാർഡൻ, അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ബൊട്ടാണിക് ഗാർഡൻ പോലെ ഇപ്പോൾ പുതുതായിട്ട് വന്ന കർണാടക സർക്കാരിൻ്റെ ഒരു പാർക്കാണിത്. കർണാടക സിരി ഹോർട്ടിക്കൾച്ചറൽ പാർക്കാണ്. അവിടെ എത്തിയിരിക്കുക കേട്ടോ. അവിടെ നോർത്ത് പറവൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ കുറേ കുട്ടികൾ ടൂർ വന്നിട്ടുണ്ട്. അവരാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനുള്ള വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇലക്ട്രിക്കൽ. അതിന് സ്പെഷ്യൽ ചാർജ് ഉണ്ട്. അത് 200 രൂപയോ. ഇത് 40 ഏക്കർ സ്ഥലം മറ്റോ കാണാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് എൻട്രി പാസ് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. ക്യാമറ കയറ്റുകയാണെങ്കിൽ സ്റ്റിൽ ക്യാമറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കൊടുക്കേണ്ടത് 50 രൂപയാണ് എടുത്തത്. എടുത്തിരിക്കും, സമ്മതിക്കണം കേട്ടോ. പിന്നെ ഇത് താഴോട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഞാനിതിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. താഴത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട്. അതുപോലെ വലിയൊരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ റോപ്പിനകത്തുള്ള. അങ്ങോട്ട് ഞാൻ ഇറങ്ങുകയാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ, കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യും നന്നായിട്ട്. ഇപ്പോഴും ഇവിടെ ജോലിക്കാർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ നീറ്റാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി വെക്കും. 3-ാം നാൾ ഇതിൻ്റെ എല്ലാം ഷേപ്പൊക്കെ മാറും. ഒന്നും ഒരു മെയിൻ്റെനൻസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്.
ഇവിടെ എവിടെ വെച്ചാലും ഫ്രെയിമാണ് കേട്ടോ. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ എവിടെ ക്യാമറ വെച്ചാലും ഫ്രെയിമാണ്. പക്ഷെ മെനക്കെട്ട് വെക്കണമെന്ന് മാത്രം. നല്ല എവിടെ ആയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം എന്താ പൂജ നടക്കുകയാണ് അല്ലേ. ഇത് അമ്പലമാണ്. ഗാർഡൻ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് 36 ഏക്കർ സ്ഥലത്താണ് കേട്ടോ. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നൊക്കെ ആയിട്ട് കുട്ടികളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പറവൂർ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ 2 ബസ്സുകളായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ മിസ്റ്റ് ഇങ്ങനെ ഉണ്ട് അന്തരീക്ഷത്തിൽ കേട്ടോ. മഞ്ഞുകളിങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോസും കുറച്ചത്ര ക്ലിയർ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനല്ലേ കുട്ടികൾ ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വെറും ക്യാമറ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അതൊരു മണ്ടത്തരായിപ്പോയി. കയ്യിലൊരു ഗിംബൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോട്ടുകൾക്കൊക്കെ ചെറിയൊരു ജെർക്കിങ് കാണാം കേട്ടോ. ക്ഷമിക്കുക. A1 to A11 room. ഇവിടെ നമുക്ക് റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ആളാണ്. ഓൺലൈൻ ഡയറക്റ്റ് ബുക്കിംഗ് ആയി. റൂംസൊക്കെ എല്ലാം ഓൺലൈനിലാണ്. എന്താ Rooms available, right? available है. But online booking. ऑनलाइन बुक Rate? रेट ऑनलाइन में पूरा डिटेल मिल जाएगा. स्टैंडर्ड can I have a look on the room? 5 minutes वेट आ रहे हैं मैडम. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. പക്ഷെ കഴിഞ്ഞിട്ട് വേണേ കുടിക്കാം. ആ
ഏത് അതെ അത് ഏതെല്ലാം രീതി ചെയ്തു? എനിക്കൊന്നൊരു ആന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലേ? ഇത് അവിടെ വെച്ചാൽ പിടിക്കാൻ ഭാവിയിൽ ആനയാകും. ആ നമുക്കിങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകാൻ പോയി. ടിക്കറ്റ് എടുക്കുന്ന അത് വേണ്ടല്ലോ. അതിനോട് ചേർന്ന് ഒരു പാലമുണ്ട് തൂക്കുവാൻ. ഗാർഡൻ സെറ്റിങ്സ് ആണ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക നല്ല ഭംഗിയായിട്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കൂട്ടായിട്ടാണ് നല്ലൊരു വരുമാനമുള്ള സ്ഥലമാണ് ഇവിടെ. എല്ലാ സൗകര്യമുണ്ട്. നമുക്ക് വാടകയ്ക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ യാത്ര ചെയ്യാനുള്ള വാഹന സൗകര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ ഷൂട്ടിനൊക്കെ പറ്റിയ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിപ്പോൾ കൂടുതലൊന്നും ആയിട്ടില്ല. ഈ കർണാടകയുടെ ഈ ഗാർഡൻ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്. ഇപ്പം എൻ്റെ കൂടെയുള്ള ഒരു 3 പേരും ചായ കഴിക്കാൻ പോയിക്കാം. ഞാൻ പിന്നെ ഈ ചായ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ശീലമില്ലാത്തതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ചു, വീഡിയോ എടുക്കാം. ഈ റെസ്റ്റോറൻറ്റിലുണ്ട് അവർ. അകത്തിരിക്കാൻ റെസ്റ്റോറൻറ്റ് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഈ ക്യാമറ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുക. ഇതാണ് കേട്ടോ ആ പാലം. ഒരു തൂക്കുപാലമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതാണ്. കുട്ടികൾക്കൊക്കെ ഇതൊരു രസമാണ്. ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുക. ചെറിയൊരു ഷേക്ക് ഉണ്ട് അതിന് നടന്നു പോകുമ്പോൾ. മനൊന്ന് ചെറിയൊരു അനക്കം വരും. ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ.
പ്രധാനമായിട്ട് കുട്ടികളെ ആകർഷിക്കുന്ന ഈ ഒരു പാലമാണ്. ഈ ഗാർഡൻ്റെ കൂടെ തന്നെ കുട്ടികൾ ഇതിൻ്റെ മുകളിൽ കയറി സെൽഫി എടുക്കുക, അതുപോലെ തന്നെ ഇതിനകത്ത് ഓടിച്ചാടി കളിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. എന്നാലും കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ഇത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ. ഇവിടെ ചില ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ തേയിലയുടെ ഒരു പരസ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുക. ആംഗിളിലുള്ള ഫോട്ടോസ് സ്റ്റില്ല് എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ തേയില പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയത് പോലെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് അതിന് ഉപകാരപ്പെടുന്നു തോന്നുന്നു. ഇതിനകത്ത് നിറയെ ചെടികളാണ് കേട്ടോ. ഫുൾ ചെടിച്ചട്ടികൾ വെച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അലങ്കരിച്ചിട്ടിരിക്കുക സ്റ്റൈലായിട്ട്. ഞാൻ ഓടിച്ചെടുക്കുകയാണ് ഇപ്പോൾ. എന്താ വെച്ചാൽ ബാറ്ററി ഇതിനകത്ത് തീരാറായി. അവിടെ അടുത്ത ബാറ്ററി കയറ്റിയിട്ട് വേണം അടുത്ത പരിപാടി വേണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ കർണാടക ഗാർഡൻ്റെ ഒരുവിധ ഭാഗങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ അടുത്ത ഇനി ഒരു സ്ഥലം പറയാം, എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ പ്ലാൻ ചെയ്യാം.